ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു സ്ഥലമാണ് ഫാത്തിമയിലുള്ള, പോർച്ചുഗലിലെ ഫാത്തിമയിലുള്ള പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ. മാക്കുലേറ്റ് പരിശുദ്ധ അമ്മ, അമലോത്ഭവ മാതാവിന്റെ വലിയ പ്രസൻസ്, വലിയൊരു അനുഗ്രഹത്തിന്റെ സ്ഥലം. അപ്പൊ അവിടുത്തെ ചരിത്രം പറയുമ്പോൾ അവിടെ എൻ്റെ ഏറ്റവും കൂടുതൽ ഒരുപാട് സംഭവമാണ്. അതിലൊരു സംഭവം, ആദ്യമേ 3 കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെടുന്നത് ഏഞ്ചൽസ് ആണ്. ഒരു ഏഞ്ചൽ വന്നിട്ട് 3 പ്രാവശ്യം പ്രത്യക്ഷപ്പെടും. എനിക്കത് മൂന്നാമത്തെ പ്രാവശ്യം ഈ ഏഞ്ചൽ പ്രത്യക്ഷപ്പെടുന്നത് ഒരു ഒലിവ് തോട്ടത്തിൽ വെച്ചാണ്. ഒലിവ് തോട്ടത്തിൽ അവരിങ്ങനെ ഈ കുഞ്ഞുങ്ങള് ആടുകളെ മേയ്ക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അവിടെ വരാൻ പറഞ്ഞ ഒരു സ്ഥലം, അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏഞ്ചൽ വരുമ്പോൾ ഏഞ്ചലിന്റെ കയ്യിൽ ഒരു കാസയും മറൊക്കെ വലിയ ഒരു പിരാസയിൽ ഇങ്ങനെ തിരുവോസ്തിയായിട്ട്. അപ്പൊ പറയുന്നുണ്ട്, ഇതിങ്ങനെ ഓസ്തി ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിന്ന ശേഷം ഏഞ്ചൽ ഉടനെ മുട്ടുകുത്തി ഈ കുർബാനയെ കുമ്പിട്ട് ആരാധിച്ചു. മുട്ടുകുത്തി ഈ ഏഞ്ചൽ മാലാഹ കുമ്പിട്ട് ആരാധിച്ചു. എന്നിട്ട് പറയും, ആ സമയത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്, ലോകമാസകലമുള്ള പരിശുദ്ധ കുർബാന എഴുന്നള്ളിരിക്കുന്ന ദൈവപുത്രനായ ഈശോ മിശിഹായ്ക്കെതിരെ ചെയ്തു പോകുന്ന പാപങ്ങൾക്ക് പരിഹാരമായി എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ കുഞ്ഞുങ്ങൾ, നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പറയുക. അങ്ങനെ 3 തവണ അത് സംഭവിക്കുന്നു. അവസാനം ഇത് രക്തവും ഇതും കൂടെ കുർബാനയും കൂടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഈ ദേവി വെളിപാടിലേക്ക് ഇവർ പ്രവേശിക്കുമ്പോൾ അവിടെ ഇവരിലുണ്ടാകുന്നൊരു നവീകരണം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഭയന്നു പോയി. കുഞ്ഞുങ്ങളോട് ഒന്ന് പഠിക്കുമ്പോൾ നമുക്ക് ഭയന്നു, വിശുദ്ധിയുടെ തലത്തിലേക്ക്. പിന്നെ അവർക്ക് ലോകത്തോട് താല്പര്യമോ ഭൗതിക വസ്തുക്കളോടോ പണത്തോടോ പേരിനോടോ അവർ പെട്ടെന്ന് വേറെ ലെവലിലോട്ട് മാറുന്ന കാണാൻ പറ്റും. ഡിവൈൻ എലമെന്റ്സ് അവർ കയറി കഴിയുമ്പോഴത്തേക്കും ഡിവൈൻ നേച്ചർ കൂടി വരുന്ന കാണാം. കുർബാനയ്ക്കെതിരെ ചെയ്ത പാപത്തിന് പരിഹാരം ചെയ്യാൻ പറയും. കുർബാനയിൽ എഴുന്നള്ളി വരുന്ന പരിശുദ്ധ കുർബാനയുടെ എഴുന്നള്ളി വരുന്ന തിരുവോസ്തിയിലൂടെ എഴുന്നള്ളി വരുന്ന ഈശോയ്ക്കെതിരെ ചെയ്തു കൂട്ടുന്ന രഹസ്യവും പരസ്യവുമായ പാപങ്ങൾക്ക് മാപ്പ് പറയും. നമ്മുടെയൊക്കെ പള്ളിയുടെ വീടിനടുത്ത് പള്ളികളുണ്ടെങ്കിലും നമ്മൾ പള്ളിയിൽ പോകാറില്ല. ചിലപ്പോഴൊക്കെ ഒരുക്കമില്ല. ഈ ക്രിസ്മസ് ദിനത്തിലൊക്കെ നമ്മളെല്ലാവരും ആഘോഷമാക്കുകയാണ്. എല്ലായിടത്തും ഭയങ്കര ആഘോഷങ്ങൾ. ഞാൻ പലപ്പോഴും പല ഭക്തപ്രസ്ഥാനം കാണുമ്പോൾ എനിക്കൊരു പേടി, കുർബാനയെക്കാളും ഭക്തി മറ്റു പലതോട് വരുമ്പോൾ തന്നെ അത് കുർബാനയോട് കാണിക്കുന്ന അവഹേളനമല്ലേ, പാപമല്ലേ?